നമുക്ക് ലെഡ്ജറെക്സിലേക്ക് പോകാനായിട്ട് ഡയറക്റ്റായിട്ട് പോകാനായിട്ട് in.ledgerex.biz ലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പേജിലേക്ക് എത്തും. ഈ പേജിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ ആളാണെങ്കിൽ, പുതിയ ഇതിൽ അക്കൗണ്ട് ഇല്ലാത്ത ഒരാളാണെങ്കിൽ ക്രിയേറ്റ് അക്കൗണ്ട് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. അല്ല നിങ്ങൾക്ക് ഒരു ഗൂഗിൾ ID ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലോഗിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിനാണ് ഇപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആദ്യം നമ്മൾ കാണുന്ന സ്ക്രീനാണ് ബിസ്വി എന്ന് പറഞ്ഞ സ്ക്രീൻ. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അന്നത്തുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഒരു ഇയറിലുള്ള ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് ഏത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മന്ത് വേണമെങ്കിൽ മന്ത് മാത്രമായിട്ട് കാണാൻ പറ്റും. ആ മന്തിലെ ആക്ടിവിറ്റി എന്താണുള്ളത്. അപ്പം അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രീവിയസ് പീരീഡ് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം, പ്രീവിയസ് ഇയർ വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. എങ്ങനെ വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. പ്രീവിയസ് പീരീഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഇയറിൽ തന്നെ നിങ്ങൾക്ക് ഏപ്രിൽ മന്ത് കമ്പയർ ചെയ്യാൻ ഏപ്രിൽ ടു ദിസ് ഇയർ മന്ത്ലി. ഓക്കെ, ഓഗസ്റ്റ് മന്തിലാണ് കമ്പയർ ചെയ്യുക. ഈ 2 മാസത്തെ നിങ്ങൾക്ക് കമ്പാരിസൺ ഇവിടെ എടുത്ത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ സെയിൽസ് എത്രയുണ്ടെന്നുള്ളതും എക്സ്പെൻസ് എത്ര ഉണ്ടെന്നുള്ളതും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എത്ര കൂടിയെന്നുള്ളതും എല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ ഗ്രോസ് പ്രോഫിറ്റ് എത്ര കൂടി, നെറ്റ് പ്രോഫിറ്റ് എത്ര കൂടിയെന്നുള്ളതും ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര വ്യത്യാസം വന്നുള്ളതും അക്കൗണ്ട്സ് പേയബിളും ഇതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും നിങ്ങൾക്ക് ഉള്ളൊരു ബേഡ് ഐ വി എന്നുള്ളൊരു ഇത് കാണാൻ പറ്റും ഇവിടെ. അതുപോലെ നിങ്ങൾക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ ചാർട്ട്സ് ഉണ്ട്. എത്ര പെർസെൻറ്റേജ് ഓഫ് എക്സ്പെൻസാണ് ഓരോ ഇയറിലും വന്നിരിക്കുന്നുള്ളത് അറിയാൻ പറ്റും. എക്സ്പെൻസ് അറിയാൻ പറ്റും. അതുപോലെ ഇൻകം എത്ര പെർസെൻറ്റേജാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നുള്ളത് ഇതെന്ന് അറിയാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് വരുന്നത് P&L ഉണ്ട്, ബാലൻസ് ഷീറ്റ് ഉണ്ട്, ട്രയൽ ബാലൻസ് ഉണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് റിസീവബിൾസും പേയബിൾസും ഒക്കെ വരുന്നുണ്ട്, ഐറ്റംസ് ഉണ്ട്, അതുപോലെ റിപ്പോർട്ട്സ് ഉണ്ട്. അപ്പം റിപ്പോർട്ട്സ് എല്ലാം ഉണ്ട്. ക്യാഷ് ബുക്ക്, ബാങ്ക് ബുക്ക്, ലെഡ്ജേഴ്സ് റിപ്പോർട്ട്സ്, ദെൻ ഡേ ബുക്ക്, TDS റിപ്പോർട്ട് ഇത് നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാം. ഓക്കെ, GST റിപ്പോർട്ട്സ്, ദെൻ ഔട്ട്സ്റ്റാൻഡിങ്ങിൽ ഇത് പേയബിൾ ഔട്ട്സ്റ്റാൻഡിങ് ഏജ് വൈസ്, റിസീവബിൾ ഏജ് വൈസ്, അതുപോലെ ഐറ്റം ഇൻവെൻട്രി. അത് വേറെ ഒന്നിനും ഇല്ലാത്തൊരു സംഭവമാണ്. സ്റ്റോക്ക് കൾച്ചറിൽ നിങ്ങൾ പലതിനും കണ്ടിട്ടുണ്ടാവും. ഒരു സ്റ്റോക്ക് ഐറ്റം വൈസ് പ്രോഫിറ്റ് ലോസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഓരോ അക്കൗണ്ടിലും ഉള്ള പ്രോഫിറ്റും ലോസ്, ഓരോ ഐറ്റം വിറ്റതിൻ്റെ പ്രോഫിറ്റും ലോസും നിങ്ങൾക്ക് ഇതിൽ നിന്ന് അറിയാൻ പറ്റും. ഓക്കെ, ഇതാണ് വരുന്നത്. നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതിൽ മാർജിൻ കണ്ടോ, മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഐറ്റം നിങ്ങൾക്ക് ഏത് ഐറ്റം വിറ്റാലും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നതിനും എത്ര പെർസെൻറ്റ് മാർജിൻ ഉണ്ടെന്നും ഇതിൽ നിന്ന് അറിയാൻ പറ്റും. അതുപോലെ ക്ലോസിംഗ് സ്റ്റോക്കും ഇവിടെ നിന്ന് അറിയാൻ പറ്റും. ടോട്ടൽ ക്ലോസിംഗ് സ്റ്റോക്കാണ് ഇവിടെ കാണുന്നത്. അത് ലൈവ് സ്റ്റോക്കാണ് കാണുന്നത്. നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് വേറെ എഫർട്ടൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഓക്കെ, ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണാം. അതിൽ നിങ്ങൾക്ക് ഓപ്പണിംഗ് സ്റ്റോക്കും ലൈവ് ക്ലോസിംഗ് സ്റ്റോക്കും കാണാം. ഇതുപോലെ തന്നെ ട്രേഡിംഗ് എക്സ്പെൻസും ട്രേഡിംഗ് ഇൻകവും അതുപോലെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടുത്തെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു മിനിമം ക്ലിക്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി തീർക്കാൻ പറ്റും. ഇപ്പം ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് പെട്ടെന്ന് ഈ ഒരു ഇതിൻ്റെ കീഴിൽ തന്നെ നിങ്ങൾക്കൊരു ട്രേഡിംഗ് എക്സ്പെൻസിൻ്റെ കീഴിൽ തന്നെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഡിഫോൾട്ടായിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ലെഡ്ജറിലും അതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ലെഡ്ജറിൽ എത്ര പെർസെൻറ്റേജ് ഓഫ് ടാക്സ് എത്ര വരണമെന്നുള്ളതും അതിൻ്റെ HSM കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് സെയിൽസിലേക്ക് അവിടെ ഇൻപുട്ട് കിട്ടും. അപ്പം നിങ്ങൾക്ക് അവിടെ കൊടുക്കുന്ന സമയത്ത് വേറെ അതിന് പെർസെൻറ്റേജ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ലോഡ് ആവും. പർച്ചേസിൽ ലോഡാവും, സെയിൽസിൽ ലോഡാവും. ഓക്കെ, അപ്പം ഇതിൽ നിന്നിട്ട് നിങ്ങൾക്ക് ടോട്ടൽ സെയിൽസ് എത്രയാണുള്ളതും പ്രോഫിറ്റ് എത്രയാണെന്നും ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണുള്ളതും അതും എബിറ്റ എത്രയാണുള്ളതും എത്രയാണുള്ളതും PBT എത്രയാണുള്ളതും നെറ്റ് പ്രോഫിറ്റ് എത്രയാണുള്ളതും ഇതിൽ നിന്ന് ഈസി ആയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇതിൽ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ വൗച്ചർ എൻട്രിയും ഭയങ്കരമായിട്ട് ഈസി ആയിട്ട് നടക്കും. കാരണം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പർച്ചേസ് എക്സ്പെൻസ്, പേയ്മെൻറ്റ്സ്, ജേണൽ എല്ലാം ക്രെഡിറ്റ് നോട്ട് എല്ലാം ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ട് വേറെ സ്ഥലത്ത് പോയി നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് ഇതിലെ മെയിൻ അഡ്വാൻറ്റേജ്.
സിമിലർലി ബാലൻസ് ഷീറ്റിനും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പോസ്റ്റ് ചെയ്യാൻ പറ്റും, ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ലെറ്റർ. അപ്പോൾ നിങ്ങൾക്ക് തെറ്റ് പറ്റില്ല. നിങ്ങൾക്കൊരു പുതിയൊരു യൂസറാണ് അല്ലെങ്കിൽ അക്കൗണ്ട്സിനെ കുറിച്ച് വലിയതായിട്ട് അറിയാത്ത ഒരാൾക്ക് പോലും ഇത് എൻട്രി ചെയ്ത് തീർക്കാൻ പറ്റും. മനസ്സിലായോ? ഓക്കെ. പിന്നെ ട്രയൽ ബാലൻസിനും ഇതുപോലെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേറെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു കമ്പനിയാണെങ്കിൽ അല്ല ഒരു കമ്പനി വേറൊരു സ്ഥലത്ത് ഉപയോഗിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വേറൊരു അക്കൗണ്ട്സിലോ വേറൊരു ടാലിയിലോ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഇതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഈസി ആയിട്ട് ഇടാൻ പറ്റും. അതുപോലെ തന്നെ ആ ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ നമുക്ക് ഗ്രൂപ്പോ ലെറ്റ്സോ എല്ലാം ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഇവിടെ തന്നെ പോസ്റ്റ് ചെയ്യാനും പറ്റും. ഓക്കെ. അപ്പം ഇതിന് വേണ്ടിയിട്ട് വേറെ സ്ഥലത്ത് പോയി ക്രിയേറ്റ് ചെയ്തിട്ട് തിരിച്ചിവിടെ വരേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ മിനിമം ക്ലിക്സ് ആണ് ഉദ്ദേശിക്കുന്നത്, മിനിമം എഫർട്ടാണ് ഉദ്ദേശിക്കുന്നത്. വളരെ ലെസ് ടൈമിൽ നിങ്ങൾക്ക് ടാലിയിലും സോഫ്റ്റ്വെയറൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും വളരെ കുറച്ച് ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ഇതിൽ എന്ത് ചെയ്യാം, ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഡിഫറൻസിൻ്റെ ഓപ്പണിംഗ് ബാലൻസുകൾ ഇവിടെ കാണിക്കും. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ദെൻ ഓപ്പണിംഗ് ബാലൻസ് കഴിഞ്ഞിട്ട് ആ ഓപ്പണിംഗ് ബാലൻസ് ഫിഗേഴ്സാണ് നമുക്കിവിടെ P&L ബാലൻസ് ഷീറ്റിലും വരുന്നത്. ഓക്കെ. ദെൻ പിന്നെ ഉള്ളത് വെച്ചാൽ മൈ പോസ്റ്റിംഗ് ഡേറ്റ്. ഈ മൈ പോസ്റ്റിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ഇന്നത്തെ ഡേറ്റിലാണ് നമുക്ക് പോസ്റ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡീഫോൾട്ടായിട്ട് ഇന്നത്തെ ഡേറ്റ് വരുമെങ്കിൽ നമുക്ക് ഈ ഡേറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡേറ്റിലുള്ള ട്രാൻസാക്ഷൻസ് നമുക്ക് ഏത് ന്യൂ വൗച്ചർ എടുത്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ പീരീഡിലുള്ള ആ ഡേറ്റിലുള്ള വൗച്ചേഴ്സ് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറെ ഡേറ്റ് മാറ്റേണ്ട, നമ്മൾ മറന്നു പോകുന്നുള്ള പേടി വേണ്ട, നിങ്ങൾക്ക് വേറെ ഡേറ്റ് മാറിപ്പോയെന്നുള്ള പേടി വേണ്ട. അപ്പോൾ ആ ദിവസത്തെ വൗച്ചേഴ്സ് എല്ലാം ആണ്. പിന്നെ അത് തിരിച്ചു പോയി വീണ്ടും എഡിറ്റ് ചെയ്ത് കഴിയും തെറ്റിപ്പോയി എന്നുള്ളൊരു ഇതിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ പുതിയ കമ്പനീസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ പറ്റും ക്രിയേറ്റ് കമ്പനി ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ക്രിയേറ്റ് കമ്പനി ക്രിയേറ്റ് ചെയ്യാം, ആഡ് ന്യൂ ഫിനാൻഷ്യൽ ക്രിയേറ്റ് ചെയ്യാം. ഈ കമ്പനിയുടെ കീഴിൽ വേറെ ന്യൂ ഫിനാൻഷ്യൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഇവിടെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്വിക്ക് ലിങ്ക്സ്. ഈ ക്വിക്ക് ലിങ്ക്സ് വെച്ചാൽ ഒരു സിംഗിൾ പോയിന്റിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ക്ലിക്ക് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വേണമെങ്കിലും ഇവിടെ കിട്ടും. ഇപ്പം എന്താ പറയുക, പ്രിൻറ്റിൻ്റെ ആണെങ്കിൽ പ്രിൻറ്റ് മാത്രമായിട്ട് ഇവിടെ കിട്ടും. അപ്പോൾ വേറെ സ്ഥലത്ത് പോയി അന്വേഷിച്ചത് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. കാരണം ഒത്തിരി ലിങ്ക്സ് ഉള്ളതുകൊണ്ടും ഇതെല്ലാം കൊണ്ട് എല്ലാവർക്കും അത് സോഫ്റ്റ്വെയറിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ്. അതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് ഇത് ഞങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഇതിൽ ഇപ്പം സെയിൽസ് മാത്രം വേണമെങ്കിൽ സെയിൽസ് മാത്രം അടിക്കാൻ പറ്റും. അപ്പം എന്ത് വേണമെങ്കിലും ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. ഒറ്റ സിംഗിൾ പ്ലേസിൽ നിന്ന് ഇതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സപ്പോർട്ട് പേജിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ സപ്പോർട്ട് പേജിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഡിസ്ക്രിപ്ഷനും URL പിന്നെ നിങ്ങൾക്ക് ഇതിൽ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇടാനും പറ്റും. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഹെൽപ്പ് ലൈനിലുള്ള ആൾക്കാർ നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ എന്തെങ്കിലും ബഗ്സോ എറേഴ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ റെക്ടിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് ഇതിൽ തന്നെ ഇമെയിലിൽ കോൺടാക്ട് ചെയ്യാം, വാട്സാപ്പിലും കോൺടാക്ട് ചെയ്യാം. ഓക്കെ. പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഐറ്റം വൈസ് ഇതുപോലെ തന്നെ ഐറ്റം വൈസ് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. ഐറ്റം വൈസിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഓരോ ഐറ്റം എൻ്റർ ചെയ്യാം. അതുപോലെ സർവീസും ഐറ്റം വൈസ് എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ സർവീസിന് ചില കേസിലൊക്കെ ഇപ്പം എന്താ പറയുക, അവർലി ബില്ല് ചെയ്യണം. അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് അവർലി ബില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഇപ്പം നമുക്കിപ്പോൾ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ടേബിൾ. അപ്പം ഇതുപോലെ ഗുഡ്സ് എന്താണ്, ഗുഡ്സാണോ സർവീസാണോ നമുക്ക് മെൻഷൻ ചെയ്യാം. ഇല്ലെങ്കിൽ ഗുഡ്സ് കാറ്റഗറി നമുക്കിവിടെ മെൻഷൻ ചെയ്യാം. ഏത് കാറ്റഗറിയാണ്. ഇപ്പോൾ നമുക്ക് ഗുഡ്സിന് പല കാറ്റഗറി ആക്കാം. എന്താ പറയുക, ലാപ്ടോപ്പ് കാറ്റഗറി ആക്കാം, കമ്പ്യൂട്ടർ ആക്കാം, അല്ലെങ്കിൽ പിന്നെ ഡെസ്ക്ടോപ്പ് ആക്കാം. അങ്ങനെ ഓരോ കാറ്റഗറി നമുക്ക് തിരിക്കാൻ പറ്റും. അതുപോലെ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്സ് ഇവിടെ നമുക്ക് ഇത് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. HSN കോഡും ഇവിടെ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഐറ്റം പർച്ചേസും സെയിൽസും ഏതിലോ വേണം നമ്മുടെ ഈ ഗുഡ്സ് കാണിക്കുന്നത്. ഇപ്പോൾ കാരണം എല്ലാ പർച്ചേസ് ചിലപ്പോൾ ഇതിലായിരിക്കില്ല, സെയിൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ. സെയിൽസ് മാത്രമാണെങ്കിൽ സെയിൽസ് മാത്രമായിട്ട് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. അത് ആ സെയിൽസ് കാണിക്കുക, സെയിൽസിൻ്റെ കീഴിൽ ഏത് ലെഡ്ജറിലാണ് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യേണ്ടത്. സെയിൽസിൻ്റെ കീഴിൽ നമുക്ക് സെയിൽസ് മാത്രമായിരിക്കില്ല, പല ലെഡ്ജേഴ്സ് ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ എന്താ പറയുക കമ്പ്യൂട്ടർ സെയിൽസ്, അല്ലെങ്കിൽ എന്താ പറയുക എന്ത് വേണമെങ്കിലും എന്തെന്നാ
എന്ത് ഗ്രൂപ്പ് അത് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഗ്രൂപ്പിൻ്റെ ലെഡ്ജർ കീപ്പ് ചെയ്തിട്ട് ആ ലെഡ്ജറിൻ്റെ കീഴിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ടാക്സബിൾ, എക്സെപ്റ്റഡ്, നോൺ ടാക്സബിൾ, GST റിവേഴ്സ് ടാക്സ്, ഔട്ട് ഓഫ് സ്കോപ്പ്, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ടാക്സബിലിറ്റി ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സെല്ലിംഗ് പ്രൈസിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഹോൾസെയിൽ പ്രൈസ്, റീറ്റെയിൽ പ്രൈസ്, ഏത് വേണമെങ്കിലും പ്രൈസ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ പുതിയ പ്രൈസ് വേണമെങ്കിൽ ഇപ്പോൾ ആഡ് പ്രൈസ് വേണമെങ്കിൽ ആഡ് പ്രൈസ് വേണമെങ്കിൽ കൊടുത്ത് ഇവിടെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ റേറ്റ് കൊടുക്കാം, ഡിസ്കൗണ്ട് കൊടുക്കാം, പെർസെൻറ്റേജിൽ കൊടുക്കാം, അതുപോലെ തന്നെ റുപ്പീസിലും കൊടുക്കാം. ഈ ഡിസ്കൗണ്ട് കൊടുക്കാം, ഞാൻ GST റേറ്റ് ഇവിടെ കൊടുക്കാം. ഇവിടെ എല്ലാ റേറ്റ്സും ഇവിടെ കാണിക്കുന്നുണ്ടായിരിക്കും. നീൽ റേറ്റ് അടക്കം അവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, എഫക്റ്റീവ് ഫ്രം കൊടുക്കാം, എത്ര എഫക്റ്റീവ് ഫ്രം ഏത് ദിവസം വരെ ഇത് എഫക്റ്റീവ് ആവണമോ ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. പുതിയ പ്രൈസ് അവിടെ ക്രിയേറ്റ് ചെയ്യാം. അത് ഇപ്പോൾ US പ്രൈസിൽ വേണമെങ്കിൽ US പ്രൈസിലൂടെ നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കാം. ഇത് നമുക്ക് സെയിൽസിൽ ഓട്ടോ ലോഡ് ചെയ്യാം, സെലക്ട് ചെയ്തിട്ട് ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും അത് കണ്ടുപിടിച്ച് എൻ്റർ ചെയ്യേണ്ട ആവശ്യങ്ങളില്ല. അതുപോലെ തന്നെ സെറ്റ് പർച്ചേസ് പ്രൈസ് ഉണ്ട്. പർച്ചേസ് പ്രൈസിലും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ ഏത് പ്രൈസ് വേണമെങ്കിൽ ഹോൾസെയിൽ പ്രൈസ്, റീറ്റെയിൽ പ്രൈസോ അല്ലെങ്കിൽ സപ്ലയർ വൈസ്, ഇപ്പം സപ്ലയർ 1, സപ്ലയർ 2, സപ്ലയർ 3 എന്ന് പറഞ്ഞാൽ ഇപ്പം ആൾക്കാരെ ഇത് ചെയ്താൽ നമുക്ക് അവിടെ പർച്ചേസ് പ്രൈസ് എടുക്കുന്ന സമയത്ത് ഈ നമ്മുടെ ഓൾറെഡി നമ്മൾ കോട്ട് ചെയ്തിരിക്കുന്ന പ്രൈസ്, നമുക്ക് തന്നിരിക്കുന്ന പ്രൈസ് അനുസരിച്ചിട്ട് നമുക്കവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് ആഡ് ഐറ്റത്തിൽ വരുന്നത്. ഓക്കെ, ഇതിൽ പിന്നെ അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് ഇതുപോലെ നിങ്ങൾക്ക് പുതിയ കസ്റ്റമേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. ഇതിൽ എല്ലാ ഡീറ്റെയിൽസും വരുന്നുണ്ട്. ക്രെഡിറ്റ് പീരീഡ്, ക്രെഡിറ്റ് എമൗണ്ട്, ലിമിറ്റ്, ബില്ലിംഗ് കറൻസി, ഇമെയിൽസ്, ബില്ലിംഗ് അഡ്രസ്സ്, ഷിപ്പ് ടു അഡ്രസ്സ്, ഇതെല്ലാം ഇതിൽ നിങ്ങൾക്ക് കാണിക്കാം. ഓക്കെ, അതുപോലെ തന്നെ സെയിൽസ് ഇൻവോയ്സ് ഇതിൽ നിങ്ങൾക്ക് സെയിൽസ് ഇൻവോയ്സ് കാണാൻ പറ്റും. സെയിൽസ് ഇൻവോയ്സ് ഇതിൽ നമ്മളിപ്പോൾ എനേബിൾ ചെയ്തിരിക്കുന്നത് ഡേറ്റ് വൈസ് ആണ് നമുക്ക് സെയിൽസ് ബില്ല് അടിക്കാൻ പറ്റുള്ളൂ. അപ്പം പഴയ ഒരു ഡേറ്റിൽ പോയിട്ട് സെയിൽസ് ബില്ല് അടിക്കാൻ നമ്മളിവിടെ പെർമിറ്റ് ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റിപ്പോകും. GST റിട്ടേൺ കൊടുക്കുന്നവരൊക്കെ ആണെങ്കിൽ അത് പ്രോബ്ലം ഉണ്ടാക്കും. പിന്നെ സെയിൽസ് മാറിപ്പോയി കഴിഞ്ഞാൽ പല റിട്ടേൺസൊക്കെ റിവൈസ് ചെയ്യേണ്ടുള്ള ബുദ്ധിമുട്ടുള്ളത് വരും. അതുകൊണ്ട് നമ്മളത് ക്രോണോളജിക്കൽ ഓർഡറിലാണ് നമ്മൾ ഇവിടെ ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എന്താ പറയുക, 2 ടൈപ്പ് ഓഫ് ബില്ലിംഗ് നമ്മളിവിടെ പെർമിറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് എക്സെപ്റ്റഡ് കാറ്റഗറി, ഇപ്പം ടാക്സബിൾ ഇൻവോയ്സ് മാത്രം SINV എന്നുള്ള ഒരു സീരീസും, BOS എന്നുള്ളത് ബിൽ ഓഫ് സപ്ലൈ. കാരണം ഒരു രജിസ്റ്റേർഡ് ഡീലർക്ക് നോർമലി 2 ബില്ലിങ് വരാറുണ്ട്. ബാക്കിയുള്ളതിലെല്ലാം അവർ എല്ലാം ടാക്സബിൾ ബില്ലായിട്ടാണ് ചെയ്യുന്നത്, ടാലിയിലും സോഫ്റ്റ്വെയറൊക്കെ. നമ്മളിവിടെ ഇത് ചെയ്ത് വെച്ചാൽ 2 ഡിഫറെൻ്റ് ആയിട്ട് ബില്ലിംഗ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. വേണമെങ്കിൽ സിംഗിൾ മറ്റേ ബില്ലിലും വേണമെങ്കിൽ ചെയ്യാം. ടാക്സബിൾ ബില്ല് വേണോ ചെയ്യണം, പക്ഷേ ശരിയല്ല എന്നായിരുന്നാൽ പോലും നിങ്ങൾക്ക് അതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബിൽ ഓഫ് സപ്ലൈ അതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഐറ്റം ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കൊടുത്തിട്ടുള്ള ഐറ്റത്തിൽ കൊടുത്തിട്ടുള്ള ടാക്സിബിലിറ്റി ഇവിടെ കാണിക്കും. ഓക്കെ, ടാക്സിബിൾ എക്സെപ്റ്റഡ് ആണെങ്കിൽ അവിടെ എക്സെപ്റ്റഡ് ആണെങ്കിൽ ഇവിടെ എക്സെപ്റ്റഡായിട്ട് നമുക്ക് വരും, ഓട്ടോ ലോഡ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഐറ്റമൈസ് ആണ്. ക്വാണ്ടിറ്റി കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതിൽ എൻ്റർ ചെയ്താൽ മതി. അല്ലാതെ നിങ്ങൾക്ക് ഇപ്പം ക്വാണ്ടിറ്റി കീപ്പ് ചെയ്യുന്നില്ലെങ്കിൽ ഇതിൽ എൻ്റർ ചെയ്യാം, നോൺ ഐറ്റമൈസിൽ എൻ്റർ ചെയ്യാം. അതിലും ഇതുപോലെ തന്നെ സെയിൽസ് റിട്ടേൺ എല്ലാം ഇതിൽ തന്നെ എൻ്റർ ചെയ്യാം. ഈസി ആയിട്ട് നിങ്ങൾക്ക് അവിടെ എൻ്റർ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ജേർണൽ എൻട്രി കാണാം, അത് എവിടേക്കൊക്കെയാണ് പോസ്റ്റിംഗ് പോകുന്നതിനുള്ളതും. അതുപോലെ തന്നെ ഇവിടെ കൺസോളിഡേറ്റഡ് എൻട്രി ഇവിടെ കാണുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് അഡീഷണൽ ഡിസ്കൗണ്ട് ഇഫ് എനി ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ TCS ഉണ്ടെങ്കിൽ TCS ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ റൗണ്ട് ഓഫ് ഉണ്ടെങ്കിൽ റൗണ്ട് ഓഫ് ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ നെറ്റ് എമൗണ്ട് ഇവിടെ അറിയാൻ പറ്റും. പിന്നെ ഡെസ്പാച്ച് ഡീറ്റെയിൽസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതെല്ലാം നമ്മുടെ സെയിൽസ് ഇൻവോയ്സിൽ വരുന്ന സംഭവങ്ങളാണ്. ഓക്കെ, നമുക്ക് ഓക്കെ TCSൻ്റെ പറഞ്ഞു. ഇനി ഉള്ളത് POS. നിങ്ങൾക്കിപ്പോൾ POS എന്ന് പറഞ്ഞുള്ള നമ്മളൊരു ഇത് കൊടുക്കുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കസ്റ്റമറെ അറിയില്ല, പെട്ടെന്ന് നമുക്ക് ബില്ല് ചെയ്യേണ്ട ഒരു കേസാണെങ്കിൽ നമുക്ക് അതിൽ കസ്റ്റമറെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ബില്ല് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, പാർട്ടിയുടെ നെയിമും കോൺടാക്ട് നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്വാണ്ടിറ്റി മാത്രം അടിക്കാൻ പറ്റുന്നൊരു ഇതുണ്ട്. അടിച്ച് നിങ്ങൾക്ക് സെയിൽസ് ബാക്കിയെല്ലാം സെയിം തന്നെ. ക്യാഷ് പേയ്മെൻറ്റ്സ് ബാങ്ക് അത് മാത്രം നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ക്യാഷ് റിസീവ് ചെയ്യുന്നത് ഇതൊരു ക്യാഷ് ബില്ലായിട്ട് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ വേറെ ബുദ്ധിമുട്ടുകളില്ലാതെ ഫുൾ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാതെ നിങ്ങൾക്ക് ഒരു ഇൻവോയ്സ്, സെയിൽസ് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ലിസ്റ്റ് ഓഫ് സെയിൽസിനെ കാണാൻ പറ്റും. ഫുൾ സെയിൽസ് ലിസ്റ്റ് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, എത്ര ഡ്യൂസ് ഇന്ന് ഓർ ഡ്യൂ, എത്ര ദിവസം ഓർ ഡ്യൂ അതിനുള്ളതും അൺപെയ്ഡ് ആണോ പെയ്ഡ് ആണോ എന്നുള്ളതും ഇതിലിവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഇൻവോയ്സ് PDF ജനറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം എന്തെങ്കിലും ചേഞ്ചസ് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പഴയ PDF പോവില്ല, അത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമാണ് ആ PDF പോവുകയുള്ളൂ. അതുപോലെ ഇവിടുന്ന് എഡിറ്റ് ചെയ്യാം, പ്രിൻറ്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. ഇവിടെ പ്രിൻ്റായിട്ട് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ കോപ്പി ചെയ്യാം. വെബിൽ കോപ്പി ചെയ്ത് ലിങ്കായിട്ട് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ മെയിൽ വേണമെങ്കിൽ അയച്ചു കൊടുക്കാം. ഓക്കെ, ഇതെല്ലാം എല്ലാത്തിലും ഉണ്ട്. സെയിൽസ് ഇൻവോയ്സും POSലും പർച്ചേസ് ഇൻവോയ്സും ഡെബിറ്റ് നോട്ടിലും ക്രെഡിറ്റ് നോട്ടിലും എല്ലാം ഉണ്ട്. ഓക്കെ, പിന്നെ റെസീറ്റിൽ ഇതുപോലെ തന്നെ നമുക്ക് പുതിയ റെസീറ്റ്സ് ഇവിടെ അടിക്കാൻ പറ്റും. ഇവിടെ ക്യാഷ് വേണം, ബാങ്ക് വേണോ ഉള്ളത് നമുക്ക് ഇതുപോലെ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ബാങ്ക് റെഫറൻസ് നമ്പർ ഉണ്ടെങ്കിൽ ബാങ്ക് റെഫറൻസ് നമ്പർ, റിസീവ് ഫ്രം ഏത് പാർട്ടിയിലാണ് റിസീവ് ചെയ്തതെന്നുള്ളതും, ഏത് TDS ഉണ്ടെങ്കിൽ TDS നിങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നേരത്തെ പാർട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ പാർട്ടിയുടെ പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ TDS ഇവിടെ ഡിഫോൾട്ടായിട്ട് വരികയും ചെയ്യും. നിങ്ങൾക്ക് മറന്നു പോവുകയില്ല. നിങ്ങൾക്ക് TDS പേ ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്താൽ മാത്രം മതി. അപ്പം അങ്ങനെ ഇത് ന്യൂ റെസിപ്റ്റ് വൗച്ചർ ഇഷ്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ റെസിപ്റ്റ് വൗച്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കിപ്പം എന്താ പറയുക, ഇപ്പം സെയിൽസ് ഇൻവോയ്സ് ഏതെങ്കിലും സെയിൽസ് ഇൻവോയ്സ് ഉണ്ടെങ്കിൽ ആ ഇൻവോയ്സിനെ എഗൻസ്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ആ ഇൻവോയ്സ് ബിൽ വൈസ് നിങ്ങൾക്ക് സെറ്റ് ഓഫ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഏത് ബില്ലിന് എഗൻസ്റ്റാണ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടിയാനുള്ളത്, ഏതൊക്കെ ബില്ല് പെൻഡിങ് ആണുള്ളതും ഇതിൽ നിന്ന് അറിയാൻ പറ്റും. അതാണ് ഇവിടെ ഇത് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, ഇനി സപ്ലയർ ഇതുപോലെ കസ്റ്റമറെ പോലെ തന്നെ സപ്ലയറിൻ്റെയും ഇത് അതുപോലെ തന്നെയാണ്. ആഡ് സപ്ലയറിൽ ഇതുപോലെ തന്നെ നമുക്ക് ഡീറ്റെയിൽസ് ഇല്ല. നമുക്കിവിടെ GST മാത്രം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ GST മാത്രം ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഫില്ലാവും. അതാണ് ഇതിലെ ഉള്ളൊരു ബെനിഫിറ്റ്. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ ഇന്ത്യൻ ഓയിലിൻ്റെ GST നമ്പറാണ് ഇവിടെ കൊടുക്കുന്നത്. ഇന്ത്യൻ ഓയിലിൻ്റെ GST നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആരോടെയും കൊടുക്കാം. ഇതിപ്പോൾ മുന്നേ അവിടെ ഒന്നുമില്ല. നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ എല്ലാ ഫീൽഡ്സും ഇവിടെ ഫില്ലാവും. TDS എമൗണ്ട് ഇവിടെ കൊടുക്കാം. അത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ പർച്ചേസിലും അതുപോലെ തന്നെ റിസീവ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യുന്നതിലോ TDS പിടിച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പോവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനൊരു ഇത് ചെയ്തിട്ടുണ്ട്. അതുപോലെ ക്രെഡിറ്റ് ലിമിറ്റും ക്രെഡിറ്റ് പീരീഡും എല്ലാം ഇവിടെ കൊടുക്കാം. ബില്ലിംഗ് അഡ്രസ്സ് കൊടുക്കാം, ഷിപ്പ് ഫ്രം അഡ്രസ്സ് കൊടുക്കാം. അതുപോലെ സപ്ലയറിൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് ഇവിടെ വേണമെങ്കിൽ കൊടുക്കാം. ഇതെല്ലാം UPI ID വേണമെങ്കിൽ കൊടുക്കാം. എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അഡ്രസ്സ് വരെ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പം അത്രയും ഈസി ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും. നിങ്ങൾ കൂടുതൽ എൻട്രി ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. അത്രയും ഈസിയാണത്. ഓക്കെ, ഇതാണ് ഇത് വരുന്നത്. ഓക്കെ, സേവ്ഡ്. ഓക്കെ, ഇവിടെ കാണാം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ GST നമ്പറും എല്ലാം. ഓക്കെ,
ദെൻ ഇനി വരുന്നത് പർച്ചേസ് ഇൻവോയ്സ് നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ അവിടെ ഇന്ത്യൻ ഓയിലിൽ നമ്മൾ സെലക്ട് ചെയ്തു ഷിപ്പറിൻ്റെ അഡ്രസ്സ് നമ്മൾ ഇവിടെ വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം ഷിപ്പറിൻ്റെ അഡ്രസ്സ് അവിടെ നിന്നുള്ളത് എവിടേക്കാണെങ്കിൽ സോഴ്സ് ഓഫ് സപ്ലൈ എവിടെ നിന്നാണ് നമുക്ക് കൊടുക്കാൻ പറ്റും മാറ്റി വേണമെങ്കിൽ മാറ്റി കൊടുക്കാൻ പറ്റും അതുപോലെ ടാക്സ് പറ്റി ഏത് ഐറ്റമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഐറ്റം എടുത്തു കഴിഞ്ഞാൽ അതിന് ടാക്സ് വേണമെങ്കിൽ ടാക്സ് ഇവിടെ കൊടുത്താൽ മതി കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നോൺ ഐറ്റമൈസ് ആണ് ഇപ്പോൾ ക്വാണ്ടിറ്റി കീപ്പ് ചെയ്യുന്നില്ലെങ്കിൽ സർവീസ് ഇൻഡസ്ട്രീസ് ആണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഈ പർച്ചേസ് ഇപ്പം പല പർച്ചേസും ഇലക്ട്രിസിറ്റി ഇതൊക്കെ ഉണ്ട് എല്ലാത്തിനും ഒറ്റ ഫോമിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ പണികളും ചെയ്യാൻ പറ്റും അല്ലാതെ എക്സ്പെൻസും സെപ്പറേറ്റും പർച്ചേസും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റും ഇവിടെ ജേണൽ എൻട്രി കാണാൻ പറ്റും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ അഡീഷണൽ ഡിസ്കൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും TDS അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ TDSൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ ഇവിടെ വേണമെങ്കിൽ സെപ്പറേറ്റ് കൊടുക്കണമെങ്കിൽ കൊടുക്കുകയും ചെയ്യാം ഓക്കെ അങ്ങനെ ഇത് ചെയ്യാൻ പറ്റും ഓക്കെ TDS ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് ആഡ് പറ്റും എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ പർച്ചേസ് ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്ത് കൊടുക്കാം ഡോക്യുമെൻറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാം അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് നിങ്ങളുടെ ലൈഫിൽ വേറെ സ്ഥലത്ത് അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല എല്ലാം നിങ്ങൾക്ക് ഒറ്റ സ്പേസിൽ തന്നെ നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടും ഓക്കെ അപ്പോൾ പർച്ചേസ് ഇൻവോയ്സിൻ്റെ ഇതാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ പേയ്മെൻറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേയ്മെൻറ്റ്സ് ഇതുപോലെ തന്നെ നമുക്ക് ഇത് ചെയ്യാം അതുപോലെ തന്നെ പേയ്മെൻറ്റ്സ് ഇതുപോലെ തന്നെ പേയ്മെൻറ്റ്സിന് എഗനിസ്റ്റാണ് നമ്മൾ പേ ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഓരോ ബിൽ വൈസ് നമുക്ക് സെറ്റിൽ ചെയ്യാം ഇവിടെ TDS കണ്ടില്ല നേരത്തെ നമ്മൾ കൊടുത്ത TDS ഇവിടെ ലോഡറായിട്ട് വന്നു അപ്പോൾ ഇവിടെ നമുക്ക് എമൗണ്ട് മാത്രം കൊടുത്താൽ മതി എത്ര എമൗണ്ടിനുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ TDS കാൽക്കുലേറ്റ് ചെയ്ത് ബാലൻസ് എമൗണ്ട് എത്രയാണ് ക്യാഷ് ആയിട്ടാണോ ബാങ്കായിട്ടാണോ കിട്ടുന്നതിനുള്ളത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അത് നമുക്ക് എൻ്റർ ചെയ്ത് സേവ് ചെയ്യാം ഓക്കെ അതാണ് പേയ്മെൻറ്റിൻ്റെ ഇതിൽ വരുന്നത് പിന്നെ ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും നേരത്തെ പറഞ്ഞിട്ടുള്ള പർച്ചേസിലും സെയിൽസിലും ഒക്കെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഉള്ള സംഭവങ്ങളാണ് ഇതിൽ വരുന്നത് അതിൽ വേണമെങ്കിൽ നമുക്ക് ഏത് ഇൻവോയ്സിൻ്റെ അഗേൻസ്റ്റാണ് നമ്മൾ റിട്ടേൺ കൊടുക്കുന്നത് വേണമെങ്കിൽ പറയാൻ പറ്റും അല്ലെങ്കിൽ ഇൻവോയ്സിനാണ് റിട്ടേൺ വന്നതെന്ന് പറയാൻ പറ്റും അതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഐറ്റം വൈസും സേവ് ചെയ്യാം നോൺ ഐറ്റം വൈസും സേവ് ചെയ്യാം ബാക്കിയെല്ലാം സെയിം പോലെ തന്നെ ക്രെഡിറ്റ് നോട്ടും ഇതുപോലെ തന്നെ സെയിം തന്നെയാണത് എവിടെ നിന്ന് റിട്ടേൺ വന്നു എവിടേക്ക് അല്ലെങ്കിൽ റിട്ടേൺ കൊടുത്തുള്ളതും കൂടെ പറയാൻ പറ്റും പിന്നെ അതുപോലെ ജേണൽ വൗച്ചേഴ്സും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എൻട്രി ചെയ്യാൻ പറ്റും ഈ ജേണൽസ് ഇവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എമൗണ്ട് എൻട്രി ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഈ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉള്ളത് ഇവിടെ കറണ്ട് ബാലൻസ് ആയിട്ട് ഇവിടെ കാണുകയും ചെയ്യാം അതനുസരിച്ചിട്ട് നിങ്ങളുടെ വല്ല വ്യത്യാസം വരുത്തുന്നെങ്കിലോ അല്ലെങ്കിൽ ആ എമൗണ്ട് നില്ലാക്കണമെങ്കിലോ എല്ലാം ഇവിടെ ഈസി ആയിട്ട് പറ്റും ഇതാണ് വരുന്നൊരു സംഭവം ഓക്കെ ദെൻ ജേണൽ വൗച്ചർ വരുന്നു പിന്നെ ഓപ്പണിംഗ് ബാലൻസ് പറഞ്ഞു പിന്നെ അക്കൗണ്ട്സ് പിന്നെ നിങ്ങൾക്ക് നേരത്തെ ഞാൻ ഇതിൻ്റെ ഇത് പറഞ്ഞിരുന്നു നേരത്തെ P&L കാണിച്ചു തരുന്നുണ്ട് ഈ P&L വഴി നിങ്ങൾക്ക് ഇവിടെ വൗച്ചർ ലെഡ്ജറും ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു അതല്ലാതെ നിങ്ങൾക്ക് പഴയ രീതിയിൽ തന്നെ വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഗ്രൂപ്പും ലെഡ്ജേഴ്സും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ലെഡ്ജേഴ്സും ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഇവിടെ അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഡിലീറ്റ് ചെയ്യാനെല്ലാം ഇവിടെ നിന്ന് പറ്റും പിന്നെയുള്ള റിപ്പോർട്ട്സിൽ ഈ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് വരുന്നത് ക്യാഷ് ബുക്ക് വരുന്നുണ്ട് ബാങ്ക് ബുക്ക് വരുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഓൾ ലെഡ്ജേഴ്സ് വരുന്നുണ്ട് ഡേ ബുക്ക് വരുന്നുണ്ട് TDS റിപ്പോർട്ട്സ് വരുന്നുണ്ട് GST റിപ്പോർട്ട്സ് വരുന്നുണ്ട് ഇൻവെൻട്രി ഐറ്റം വൈസുള്ള ഇൻവെൻട്രിയുടെ സ്റ്റോക്ക് ലെഡ്ജറും എല്ലാം വരുന്നുണ്ട് ഇവിടെയുള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ബാങ്ക് ബുക്ക് എടുത്തു ഓക്കെ ഇത് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനായിട്ട് ഓരോ ഇതിലും പോയി സെർച്ച് ചെയ്യുന്നത് കണ്ടോ ഇവിടെ പോയി ഇതിൽ മാത്രം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിൽസ് മാത്രമുള്ളത് വരും ഇല്ല അത് വേണ്ട നിങ്ങൾക്കിപ്പം എന്താ പറയുക CMA അത് മാത്രമാണ് അപ്പം അത് മാത്രമായിട്ട് നിങ്ങൾക്കിവിടെ ഇത് ചെയ്യാൻ പറ്റും അങ്ങനെ മൾട്ടിപ്പിൾ സെർച്ച് ഇവിടെ പോസിബിളാണ് ഇതും നിങ്ങൾക്ക് വേണമെങ്കിൽ ബാങ്ക് പേയ്മെൻറ്റോ അല്ലെങ്കിൽ എന്താ പറയുക വേറെ പർച്ചേസ് എൻട്രി മാത്രമായിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കിവിടെ സെർച്ച് ചെയ്തെടുക്കാം അല്ലെങ്കിൽ എമൗണ്ട് വൈസ് വേണമെങ്കിൽ ടു ആൻഡ് ഫ്രോ ഫ്രണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇതായിട്ട് കിട്ടും സെർച്ച് ചെയ്ത് കിട്ടും ഓക്കെ
ഓക്കെ, ഇതാണ് ഞങ്ങളുടെ ഇതിനുള്ള മെയിൻ ഫീച്ചേഴ്സ്. പിന്നെ വരുന്ന ഫീച്ചേഴ്സ് പറയുന്നത് അതുപോലെ തന്നെ ഇനി പുതിയ ഫീച്ചേഴ്സ് ഞങ്ങൾ ആഡ് ചെയ്യുന്നുള്ളൂ. പുതിയ ഫീച്ചേഴ്സ് ഒത്തിരി ഫീച്ചേഴ്സ് വരാൻ കിടപ്പുണ്ട്. എന്താ പറയുക, ഞങ്ങളുടെ മെയിൻ ടാർഗറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ എത്ര ഈസി ആയിട്ട് ജോലി കുറയ്ക്കാൻ പറ്റും, എത്ര ഓട്ടോമേറ്റഡ് ആക്കാൻ പറ്റും, ഇതെല്ലാമാണ് അതിൽ വരുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ ഇപ്പോഴത്തുള്ള ഏറ്റവും ഉള്ള ടാർഗറ്റ് ഞങ്ങൾ ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇതിൽ കുറേ കമ്പാരിസൺസും റിപ്പോർട്ട്സും എല്ലാം ഇനി വരാനിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാങ്ക് റിക്കൺസിലേഷൻ ഇതെല്ലാം വരാനിരിക്കുന്നുണ്ട്. ഓട്ടോ ബാങ്ക് റിക്കൺസിലേഷനാണ് വരാൻ പോകുന്നത്. ഇതെല്ലാം ഇതിൽ വരുന്നുണ്ട്. ഇതിൽ പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ഒരു ബഡ്ജറ്റഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആയിട്ടാണ് ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ സ്മോൾ യൂസേഴ്സിനും എല്ലാ ഫീച്ചേഴ്സും ഫ്രീ ആണ്. ഒന്നും തന്നെ ഇത് ചെയ്യുന്നില്ല. എല്ലാ ഫീച്ചേഴ്സും ഫ്രീ ആണ് എക്സെപ്റ്റഡ് ഡോക്യുമെൻ്റ് ആഡ് ചെയ്യുന്നില്ല, അറ്റാച്ച്മെൻറ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് മാത്രം. കാരണം അത് കോസ്റ്റ്ലിയാണ്. ആയതുകൊണ്ട് ഞങ്ങൾ അതിന് ഇപ്പോൾ പെയ്ഡായിട്ടാണ് ചെയ്യുന്നത്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് വരുന്ന എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ ഒരു പർട്ടിക്കുലർ യൂസ് കഴിഞ്ഞപ്പോൾ മാത്രമല്ലെങ്കിൽ നിങ്ങൾ പ്രോഫിറ്റബിളായിട്ട് റൺ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മളത് ചാർജബിൾ ആക്കുന്നത്. അതും ആസ് യു ഗോ എന്നുള്ള രീതിയിൽ, അതായത് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ, അതായത് ഫുൾ എമൗണ്ട് വാങ്ങിച്ചിട്ട് നിങ്ങളുടെ യൂസേജ് കുറവാണെങ്കിൽ ഇത് ചെയ്യാം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതിന് മാത്രം പേ ചെയ്താൽ മതി. നിങ്ങൾ യൂസ് ചെയ്തതിന് മാത്രം പേ ചെയ്യുന്ന രീതിയിലാണ് നമ്മളത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ.